സമ്മാനം നൽകുന്നതിലേക്കായി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീമതി ശോഭ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ശ്രീമതി തങ്കമണി മെമ്പറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്ക് ദയവായിട്ട് ആരും കൂട്ടം കൂടി മുന്നോട്ട് പോകരുത്. വിളിക്കുന്നവർ മാത്രം ദയവായിട്ട് ഈ സദസ്സിന്റെ മഹനീയതയ്ക്ക് വേണ്ടിയിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഈ വിളിക്കുന്ന വിശിഷ്ട വ്യക്തികൾ മാത്രം ട്രോഫി കൊടുക്കാനായിട്ട് മുന്നോട്ട് വരിക. ആദ്യമായിട്ട് അത് ഒപ്പിട്ട് വാങ്ങിക്കുക. ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മുടെ ട്രോഫി വിതരണം ചെയ്യുന്നത്. നമ്മൾ വിളിക്കുന്ന ഓരോ ആളുകളും കൃത്യമായിട്ട് ഒപ്പിട്ടതിന് ശേഷം മാത്രം വന്നിട്ടാണ് ഈ ട്രോഫി ഏറ്റുവാങ്ങേണ്ടത്. നന്ദി, 1000 നന്ദി. വളരെ മനോഹരമായി ഈ വെള്ളായണിക്കായൽ തുഴയെറിഞ്ഞ് 3ാം സ്ഥാനം നേടിയ നമ്മുടെ സഹോദരിമാർക്ക് മഹാത്മാ അയ്യങ്കാളി ജലോത്സവ സമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും നന്ദി. 1000 നന്ദി. വനിതാ വള്ളങ്ങളിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ ബിന്ദു എസ്, ക്യാപ്റ്റനായിട്ടുള്ള റെഡ് ചില്ലീസ് ഊക്കോട്. ബിന്ദു എസ് ക്യാപ്റ്റനായിട്ടുള്ള റെഡ് ചില്ലീസ് ഊക്കോട്. അതിന്റെ ക്യാപ്റ്റൻ ശ്രീമതി ബിന്ദു എസ്, അമൃത് ശ്രീ ലിനു. ഈ രണ്ടുപേരെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മുടെ ഫയൽ ഒപ്പിടുക. ഈ സമ്മാനം നൽകുന്നതിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യ മെമ്പർ ശ്രീ ഷീജ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുന്നതിലേക്കായി അതിന് ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീമതി ആർ രാജലക്ഷ്മി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ മനോഹരമായി തോന്നുന്നു. വെള്ളായണിക്കാലിലെ കുഞ്ഞുകുളങ്ങൾ കുറിമുറിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തിയ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് ജലോത്സവയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ ആവേശപൂർവ്വം നമ്മുടെ വനിതാ വള്ളംകളിയിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കാക്കാമൂലയുടെ അഭിമാനമായ ഇത് ഒരു കുടുംബമാണ്. രണ്ടുപേരും നമ്മുടെ ജലോത്സവത്തിൽ വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നവരാണ്. ആവേശത്തോടുകൂടി ഈ സമ്മാനം നൽകുന്നതിലേക്കായി കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ ബീന അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുന്നതിലേക്കായി എല്ലാവരും പറഞ്ഞ ദയവായിട്ട് വരാൻ പറ്റില്ല. അവിടെ നിൽക്കട്ടെ, കാരണം വിഷയമുണ്ട്. അതുകൊണ്ടാണ് ദയവായിട്ട് നിങ്ങളൊരു മാതൃക കാണിച്ചാൽ മുഴുവൻ ആൾക്കാരെ മാതൃക കാണിക്കും. പിന്നെ അത് വിഷയത്തിലേക്ക് പോകും. ദയവായിട്ട് നമ്മൾ സഹകരിക്കുക. ക്യാപ്റ്റനും അതിന്റെ അമരത്തുള്ളവർ മാത്രമേ വരാവൂ. ബാക്കി എല്ലാവരും ആവശ്യപ്പെട്ടാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദയവായിട്ട് സഹകരിക്കുക. അതിന്റെ സമ്മാനദാനം നൽകുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ടീച്ചറിനെ ട്രോഫി ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത 3ാം തരം വള്ളങ്ങളുടെ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇഗ്നീഷ്യസ് ക്യാപ്റ്റനായിട്ടുള്ള കാക്കാമൂല ചുണ്ടൻ. അതിന്റെ അമരത്ത് ശ്രീ ഇഗ്നീഷ്യസ്. 3ാം തരം വള്ളങ്ങളുടെ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ ഇഗ്നീഷ്യസ് ക്യാപ്റ്റനായിട്ടുള്ള കാക്കാമൂല ചുണ്ടൻ. സമ്മാനദാനം നൽകുന്നതിലേക്കായി ശ്രീ ഷാജു ഷാജു പാലപ്പൂർ ഷജു പൂങ്കുളം. ട്രോഫി നൽകുന്നത് ഷജു പൂങ്കുളം. അതിന് ക്യാഷ് അവാർഡ് നൽകുന്നത് ബിജു പാലപ്പൂര്.
മൂന്നാം തരം വള്ളങ്ങളുടെ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ വിജിൻ VS ക്യാപ്റ്റനായിട്ടുള്ള ബ്രദേഴ്സ് ചുണ്ടൻ BBC കാക്കാമൂല. അതിന്റെ അമരത്ത് ശ്രീ ബിനു. ആദ്യം ഉൾപ്പെടണം. ഇതിന്റെ ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി ശ്രീ M. ജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ശ്രീ പുന്നമൂട് അനിൽകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മൂന്നാം തരം വള്ളങ്ങളുടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കാക്കാമൂലയുടെ അഭിമാനമായ പടക്കുതിര ഷൈജു K ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് അമരത്ത് വളരെ മനോഹരമായി പങ്കായം പിടിച്ച പടക്കുതിരയാണ് മൂന്നാം തരം വള്ളങ്ങളുടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഇതിന് ക്യാഷ് അവാർഡ് ട്രോഫി നൽകുന്നതിലേക്കായി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ അധ്യക്ഷ ശ്രീമതി ശൈലജ സുരേഷ് ബാബു അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി നമ്മുടെ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ R. മോശ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടാം തരം വള്ളങ്ങളുടെ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ജിത്തു US ഉണ്ണി ക്യാപ്റ്റനായിട്ടുള്ള വടക്കേക്കര ചുണ്ടൻ ഊക്കോടിന്റെ അഭിമാനമായ വടക്കേക്കര ചുണ്ടൻ. അതിന്റെ അമരത്ത് ശ്രീ അഭിലാഷ്. രണ്ടാം തരം വള്ളങ്ങളുടെ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ജിത്തു US ഉണ്ണി ക്യാപ്റ്റനായിട്ടുള്ള വടക്കേക്കര ചുണ്ടൻ. അതിന്റെ അമരത്ത് അഭിലാഷ്. ഇതിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ആരാധ്യയായ മെമ്പർ ശ്രീമതി ആഗ്നസ് റാണി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ട്രോഫി നൽകുന്നതിലേക്കായി ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ശ്രീ ഭാരതലക്ഷ്മൺ നായർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടാം തരം വള്ളങ്ങളുടെ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് കാക്കാമൂലയുടെ അഭിമാനമായ ബ്ലൂബേഡ്സ് അജി S ക്യാപ്റ്റനായിട്ടുള്ള ബ്ലൂബേഡ്സ് കാക്കാമൂല സുരേഷ് അമരത്ത്. അതിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ ഉപാധ്യക്ഷൻ ശ്രീ കാക്കാമൂല ബിജു അവരുടെയും അതിന് ക്യാഷ് പ്രൈസ് നൽകുന്നതിലേക്കായി ശ്രീ മഹേഷ് മെമ്പർ അവരുടെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ മഹേഷ് മെമ്പർ. രണ്ടാം തരം വള്ളങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശ്രീ ജിത്തു MJ ക്യാപ്റ്റനായിട്ടുള്ള കാക്കാമൂല BBCയുടെ പ്രദേശത്തിനാണ്. അതിന്റെ അമരത്ത് ഇതിന് ട്രോഫി സമ്മാനിക്കുന്നതിനായി നമ്മുടെ എല്ലാമായ തിരുവനന്തപുരത്തിന്റെ ADM ശ്രീമതി നിസ മേഡത്തെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിന്ന് ഏറ്റവും ബഹുമാനമായ
ഇന്ന് രാവിലെ മുതൽ നമ്മളോടൊപ്പം കഴിഞ്ഞ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലായിടത്തും ഞങ്ങൾക്ക് പ്രചോദനമായ ഞങ്ങളുടെ ജലോത്സമിതിയുടെ നെട്ടല്ലായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ ആടിയം ശ്രീ നിസാമേടത്തെ ഈ സമ്മാനം നൽകുന്നതിലേക്ക് വേണ്ടി അതിരവർ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നിയമം SHO ശ്രീ സുബിൻ സാർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ സുബിൻ സാർ അവരെ ഇതിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയത് ശ്രീജിത്ത് ക്യാപ്റ്റനായിട്ടുള്ള ബ്രദേഴ്സ് ചുണ്ടൻ കാക്കാമൂലയാണ് 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അതിന്റെ ഒന്നാന്തര വെള്ളങ്ങളുടെ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീജിത്ത് SP ക്യാപ്റ്റനായിട്ടുള്ള കാക്കാമൂല ചുണ്ടനഗർ അമൃത് ശ്രീ പ്രതീഷ്. ഈ ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട കോവളം CI ശ്രീ ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ CS രാധാകൃഷ്ണൻ നായർ സാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നാന്തരം വള്ളങ്ങളുടെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ രഞ്ജിത്ത് R ക്യാപ്റ്റനായിട്ടുള്ള കിഴക്കേക്കര ചുണ്ടൻ. അതിന്റെ അമരത്ത ശ്രീ വിനോദ് V. ഇതിന് ട്രോഫി സമ്മാനിക്കുന്നത് നമ്മുടെ ആഘോഷിക സമിതിയുടെ 2 വർക്കിംഗ് ചെയർമാൻമാരാണ്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് അവർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ ശ്രീ പുഞ്ചക്കരി രവീന്ദ്രൻ നായർ സാർ. ഈ 2 പേര് ചേർന്നാണ് ഈ 2ാം സമ്മാനം വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി നൽകുന്നതിലേക്കായി നമ്മുടെ പബ്ലിസിറ്റിയുടെ കൺവീനർ ശ്രീ C കുമാർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ C കുമാർ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ആവേശപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു 49ാമത് മഹാത്മാ അയ്യങ്കാളി ട്രോഫി ആര് നേടി? മഹാത്മാ അയ്യങ്കാളി ട്രോഫി ആര് നേടി? കാക്കാമൂലയുടെ അഭിമാനമായ തുടർച്ചയായിട്ട് 4 വർഷം മഹാത്മാ അയ്യങ്കാളി ട്രോഫി നേടിയ മഹാത്മാ അയ്യങ്കാളി സേവാ സമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിന്റെ ക്യാപ്റ്റനും അമരക്കാരനും 2 പേരും ശ്രീ ബിജു T, ശ്രീ ബിനിഷൻ 2 പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി ഇന്ന് 2 ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു അനിഷ്ട സംഭവം എങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന് നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ഇന്നലെ മുതൽ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ആരാധനായ ACP ശ്രീ പ്രദീപ് സാറിനെ ആവേശപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി നമ്മുടെ നിയമത്തിന്റെ അഭിമാനമായ CI ശ്രീ ശ്രീലാൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന്റെ ക്യാഷ് അവാർഡ് നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട നിയമം CI ശ്രീ ശ്രീലാൽ സാറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കാരണം ഇന്ന് എല്ലാ ദിവസവും 2 ദിവസം കൊണ്ട് വളരെ മനോഹരമായി ഈ ജലോത്സവം നടത്തുന്ന അദ്ദേഹത്തിന്റെ ഫുൾ ടീമിനോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിന്ന ശ്രീ ശ്രീലാൽ സാറിനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് വിശിഷ്ട സുബിൻ സാർ നമ്മുടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അവരെ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനപൂർവ്വം നമ്മൾ അവരെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഒരു പ്രത്യേകത കൂടെ ഇന്ന് ജലോത്സവം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാരണം കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ട്രോഫിയും അതിന്റെ ക്യാഷ് അവാർഡ് നേടിയിരിക്കുന്നത് പ്രദേശ് ചന്ദ്രനാണ്. അവർന്ന് ഈ നാടിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജലോത്സവ പ്രേമികൾക്കും അതുപോലെ തന്നെ ഓരോ വള്ളംകളി കളിക്കുന്ന നമ്മുടെ കളിക്കാർക്കും പ്രചോദനമായ ഒരു കാര്യം ഇവിടെ അവർ ചെയ്യുകയാണ്. അവരുടെ ഈ ക്യാഷ് പ്രൈസ് ട്രോഫി ഇവിടെ ഇവരോടൊപ്പം സുഗമല കിടക്കുന്ന ഇവരുടെ ഒരു കളിക്കാരൻ ശ്രീ അനീഷിന് ഈ ക്യാഷ് പ്രൈസ് അവർ സമ്മാനിക്കുകയാണ്. നമ്മുടെ ഇതൊരു സ്പെഷ്യൽ അവാർഡാണ്. സ്പെഷ്യൽ അവാർഡല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 46, 47, 48 വർഷങ്ങൾ തുടർച്ചയായിട്ട് ട്രോഫി നേടിയ 3 പ്രാവശ്യം ട്രോഫി നേടുന്നവർക്കൊരു സ്പെഷ്യൽ അവാർഡുണ്ട്. അതിന് നമ്മുടെ ബ്രദേഴ്സ് സ്റ്റുഡന്റാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബ്രദേഴ്സ് സ്റ്റുഡന്റ് ക്യാപ്റ്റൻ ഈ വേദിയിൽ വന്ന് ആ സമ്മാനം വാങ്ങിക്കണം. ആ സമ്മാനം നൽകുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറുമായ ശ്രീ തുടർച്ചയായിട്ട് ഒന്നാന്തരം വള്ളങ്ങളുടെ 2ാം സ്ഥാനം വിജയിച്ചത് 3 തവണ ശ്രീ പ്രദേശ് ഉണ്ട്. ഒന്നാന്തരം വള്ളങ്ങളുടെ 2ാം സ്ഥാനം 3 തവണ നേടിയിട്ടുള്ളത് ശ്രീ അതിലെ അമരക്കോട് സെഞ്ചുറികൾ ഇതിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്ക് നമ്മൾ പ്രസിഡന്റ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്ത് നമ്മുടെ 2ാം തരം വള്ളങ്ങളുടെ ഒന്നാന്തരം വള്ളങ്ങളുടെ ഫസ്റ്റ് വിജയിച്ച 3 തവണ വിജയിച്ച ഗ്ലോബൽസിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി നമ്മുടെ കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ ആർ ജയലക്ഷ്മി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തുടർച്ചയായിട്ട് 2 വർഷം വിജയിച്ച 3 തവണ വിജയിച്ച പ്രദേശ് ചന്ദ്രന്റെ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ട്രോഫി സമ്മാനിക്കുന്നതിലേക്കായി നമ്മുടെ പ്രസിഡന്റ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കോ കൺവീനർ ശ്രീ കല്ലൂർ രാജു അവരുടെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടാന്തരം വള്ളങ്ങൾ തുടർച്ചയായിട്ട് 3 തവണ വിജയിച്ചിട്ടുള്ളത് വടക്കേക്കര ചുണ്ടനാണ്. അതിന് ട്രോഫി നൽകുന്നതിലേക്കായി നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ശ്രീ ആനന്ദ് ഈ ഭാഗത്തേക്ക് വേദിയിലേക്ക് കടന്നുവരുന്നതാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ അയ്യങ്കാളി മഹോത്സവത്തിന്റെ അയ്യങ്കാളി ജലോത്സവ ട്രോഫി പ്രദേശ് കാക്കാപുര 4ാം തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ്.
അയ്യങ്കാളി മഹോത്സവത്തിന്റെ ജലമഹോത്സവത്തിന്റെ ട്രോഫി സ്വന്തമാക്കിയാണ്. തുഴച്ചിൽക്കാരുടെ ആവേശകരമായ ഓണം മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയത്തിലുള്ള ട്രോഫി നേടിയിരിക്കുക.